നിങ്ങൾക്ക് വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്, ലൈക്ക് വെരി ബിഗ് ഡ്രീംസ്. പൈസ ഉണ്ടാക്കണം, ഫ്രീഡം വേണം, നല്ലൊരു ലൈഫ് ബിൽഡ് ചെയ്യണം. പക്ഷെ എന്താണെന്നറിയില്ല, ഏത് നേരം നോക്കിയാലും റൂമിലിരുന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വേഴ്സ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഉള്ളിൽ ഒരു ഗിൽറ്റി ഫീലിംഗ് ആണ്, ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നോർത്തിട്ട്. യെസ്, ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. ഞാനിന്ന് വന്നിട്ടുള്ളത് 5 മണിക്ക് എഴുന്നേൽക്കാൻ പറയാനോ 18 മണിക്കൂർ നിർത്താതെ പണിയെടുക്കാൻ പറയാനോ ഒന്നുമല്ല. 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 1, എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ്റെ കാരണം. 2, എന്താണ് ശരിക്കും നിങ്ങളുടെ മൈൻഡിൽ സംഭവിക്കുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, എങ്ങനെ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഓവർകം ചെയ്യാം. നോ തിയറി ഡംപിങ്, നോ ഫേക്ക് ഇൻസ്പിറേഷൻ, ജസ്റ്റ് സം റിയൽ സ്റ്റഫ്. ലെറ്റ്സ് ഡു ഇറ്റ്. വൈ യു ആർ ലൈക്ക് ദിസ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഭയങ്കര അംബീഷ്യസ് ആയിട്ടും ലേസി ആയിട്ടിരിക്കുന്നത്, ഒന്നും ചെയ്യാൻ കഴിയാത്തത്? ഈ ലേസി ആയിട്ടുള്ള ആൾക്കാർ എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും, കൂടുതൽ ആൾക്കാർക്കും വലിയ വലിയ ഡ്രീംസ് ആയിരിക്കും. ആൻഡ് അതൊരു കോയിൻസിഡൻസ് ഒന്നുമല്ല, അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഈ ഡ്രീംസ് വലുതാവും തോറും സ്റ്റാർട്ടിംഗ് പോയിന്റ് വളരെ വളരെ ചെറുതായിട്ട് തോന്നും. നിങ്ങൾക്ക് വലിയൊരു കമ്പനി ബിൽഡ് ചെയ്യണം, കുറേ പൈസ ഉണ്ടാക്കണം, ശരിക്കും നല്ല അടിപൊളിയായിട്ടൊരു ലൈഫ് ബിൽഡ് ചെയ്യണം. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഒരു സ്കില്ല് പഠിക്കാൻ തുടങ്ങുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കാര്യം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എവിടെ എത്തണം എന്നുള്ളതും നിങ്ങൾ ശരിക്കും ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ആൻഡ് ഈ ഗ്യാപ്പ് വളരെ വലുതായതുകൊണ്ട് ബ്രെയിൻ അങ്ങോട്ട് ഷട്ട് ഡൗൺ ചെയ്യും. ഒന്ന് പോടാ അവിടുന്ന്, ഇതൊന്നും നടക്കാൻ പോകുന്ന പരിപാടിയല്ല എന്നായിരിക്കും ബ്രെയിനിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. നമ്മൾ വലിയൊരു മലയുടെ താഴ്ത്ത് നിന്നിട്ട് ഒരു സ്റ്റെപ്പ് പോലും എടുത്തു വയ്ക്കാതെ ഏറ്റവും മേലോട്ട് ചുമ്മാ നോക്കി നിൽക്കുന്നത് പോലെയാണ് ഇത്. നിങ്ങളുടെ ബ്രെയിന് ഡാമേജ് ആയിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഓവർവേംഡ് ആയതാണ്. ആൻഡ് ആ ഒരു ഫീലിങ്ങിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വേഗം പോയിട്ട് ഫോൺ സ്ക്രോൾ ചെയ്യാനായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ തോന്നുന്നത്. പക്ഷെ കഴിഞ്ഞിട്ടില്ല കേട്ടോ, വേറെയും കാര്യങ്ങളുണ്ട്. ഫിയർ ഓഫ് ട്രൈ ചെയ്യാനുള്ള പേടി. ഇപ്പം നിങ്ങളുടെ ഡ്രീം സേഫാണ്, റിയാലിറ്റി ആയിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മനസ്സിലെങ്കിലും അതുണ്ട്. പക്ഷേ നിങ്ങളത് ആക്ച്വലി ട്രൈ ചെയ്യാൻ നോക്കിയാലോ, ചിലപ്പോൾ അത് ഫെയിലായി പോകാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് ക്യാൻ ഡൈ. അത് കുറച്ച് സീനാണ് അല്ലേ? അപ്പോൾ പിന്നെ നിങ്ങളുടെ ബ്രെയിൻ വന്നിട്ട്, ഇപ്പം എൻ്റെ സ്വപ്നം മനസ്സിലെങ്കിലും ഉണ്ട്, ഈ അത് ആക്ച്വലി ട്രൈ ചെയ്യാൻ നോക്കിയാൽ പിന്നെ അത് മനസ്സിൽ പോലും ഉണ്ടാവണം എന്നില്ല, അതുകൊണ്ട് ചുമ്മാ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ പിന്നെയും ഒന്നും ചെയ്യാതിരിക്കും, കംഫർട്ടബിൾ ആയിട്ടിരിക്കും. ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടും യു ഡോണ്ട് ടേക്ക് എനി ആക്ഷൻ. ആൻഡ് 3ാമത്തെ കാര്യം, നിങ്ങൾ റെഡി ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു മോട്ടിവേഷൻ വരട്ടെ, അല്ലെങ്കിൽ എനിക്കത് കിട്ടട്ടെ എന്നിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ എനിക്ക് ഇത് വരട്ടെ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഗൈസ്, അങ്ങനെ ഒരു ദിവസം വരില്ല. പിന്നെ മോട്ടിവേഷൻ അതൊരു ഫീലിംഗ് ആണ്, വരും പോവും. ആ ഒറ്റൊരു ഫീലിങ്ങിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ലൈഫ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ശരിക്കും ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളില്ലേ, ലൈക്ക് എന്നെപ്പോലെ ശരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് മൂഡൊന്നും ഉണ്ടാവില്ല. പക്ഷേ മൂഡില്ല എന്നും പറഞ്ഞിരിക്കില്ല, ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. സോ നിങ്ങൾ ശരിക്കും ഒരു ലേസി ആയിട്ടുള്ള ആളൊന്നും ആവില്ല. ലേസിനെസ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയും അല്ല, അതൊരു റെസ്പോൺസാണ്. എന്തിനോട്? ഫിയർ, ഓവർവേമിങ്, കൺഫ്യൂഷൻ, ഇതിനോടൊക്കെ. ആൻഡ് റെസ്പോൺസ് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആരാണ്, അതാണ് ഇമ്പോർട്ടൻസ്, അതാണ് റിയൽ ഹങ്കർ. ആൻഡ് അത് നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണാൻ വരില്ലല്ലോ, റീൽസ് കണ്ടുകൊണ്ടിരുന്നാൽ പോരെ. ആ ഹങ്കറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വി ജസ്റ്റ് നീഡ് ടു ഡയറക്റ്റ് ഇറ്റ് പ്രോപ്പർലി. വാട്ട്സ് ആക്ച്വലി ഹോൾഡിങ് യു ബാക്ക്? ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം ശരിക്കും നിങ്ങളെ എന്താണ് പുറകോട്ട് വലിക്കുന്നത് എന്നുള്ളത്. ജെനുവൻലി ട്രൈ ചെയ്തിട്ടും സ്റ്റക്കായി പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ ഭയങ്കര ഇൻസ്പയർഡ് ആവും, ചിലപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടാവാം, ഒരു കോൺവെർസേഷനിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം ചുമ്മാ അങ്ങോട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാവും, എനിക്കൊക്കെ ഉണ്ടാവുന്ന പോലെ. ആൻഡ് നിങ്ങളൊരു അടിപൊളി പ്ലാനൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ പിന്നെ ഈ ChatGPT ഒക്കെ ഉള്ളതുകൊണ്ട് പ്ലാനൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് നിങ്ങൾ ഗോൾസ് ഒക്കെ എഴുതി വയ്ക്കും, അലാറമൊക്കെ സെറ്റ് ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഓർത്ത് തന്നെ ഒരു അഭിമാനമൊക്കെ വരും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, 2-3 ദിവസം മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഒരു കാലയളവ് അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ്. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഗോളും ഉണ്ടാവില്ല, അത് എഴുതി വെച്ച പേപ്പറും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ബാക്ക് ടു സീറോ. ആൻഡ് ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ ബാഡ് ഫീലിംഗ് അടിക്കും, നെഗറ്റീവ് തോട്ട്സ് വരും. കാരണം ഇപ്പം നിങ്ങൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു നിങ്ങളെ കൊണ്ട് ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന്. അത് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. ഇവിടെ ശരിക്കും പറ്റുന്ന മിസ്റ്റേക്ക് എന്താണെന്നറിയോ?
നിങ്ങൾ നിങ്ങളെ സ്വയം നോക്കിക്കാണുന്ന രീതിയിൽ മാറ്റം വരുത്താതെ വേഗം പോയിട്ട് ബിഹേവിയറിൽ മാറ്റം വരുത്താൻ നോക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ പ്ലീസ് ലിസൺ കെയർഫുള്ളി. നിങ്ങൾ നിങ്ങളെ നോക്കിക്കാണുന്നത് ഒരു മടിയനായ, ഒന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാത്ത, എപ്പോഴും ക്വിറ്റ് ചെയ്യുന്ന ഒരാളായിട്ടൊക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങൾ എത്ര പ്ലാൻ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, എത്ര അലാറം വെച്ചിട്ടും കാര്യമില്ല, ഒന്നും മാറാൻ പോകുന്നില്ല. ബിക്കോസ് നമ്മൾ നമ്മളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എടുക്കുന്ന ആക്ഷൻസും. മേ ബി കുറച്ച് ദിവസത്തേക്ക് നിങ്ങളെക്കൊണ്ട് സ്വയം ഫോഴ്സ് ചെയ്യിപ്പിച്ച് പല കാര്യങ്ങളും ചെയ്യാം. പക്ഷേ അതൊന്നും ശാശ്വതമായിരിക്കില്ല. 2 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ പവർ അങ്ങോട്ട് പോവും. ആൻഡ് യു വിൽ കം ബാക്ക് ടു യുവർ ഓൾഡ് വേർഷൻ. സോ ശരിക്കും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ഡിഫറെൻറ്റ് ഇമേജ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊരു മടിയനായ ആൾ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതല്ല. നിങ്ങൾ പുതിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്ന ആളാണ്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ നിങ്ങളെപ്പറ്റി പറയുന്ന ഓരോ വാക്കും ഇമ്പോർട്ടൻ്റ് ആണ്. വേർഡ്സ് ക്യാരി പവർ. ബിക്കോസ് നിങ്ങളുടെ ബ്രെയിന് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആൻഡ് ഇറ്റ് ബിലീവ്സ് യു. നിങ്ങളിനി വർക്ക് ചെയ്യാനായിട്ടിരിക്കുമ്പോൾ അതിപ്പോൾ ഒരു 20 മിനിറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിലും എനിക്കത് ചെയ്യണം എന്ന് പറയാതെ ഞാൻ ഇങ്ങനെയാണ്, ദിസ് ഈസ് ഹൂ ഐ ആം എന്ന് പറയാം. നിങ്ങളിത് ആർക്കോ വേണ്ടി ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് തന്നെ വേണ്ടി ചെയ്യുന്നതാണ്. ആൻഡ് ദിസ് ഈസ് ഹൂ യു ആർ. ആൻഡ് ഇത് നിങ്ങളോട് സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ബിക്കോസ് ഇങ്ങനെ നമ്മൾ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നമ്മളുടെ ബ്രെയിനിനെ റീവയർ ചെയ്യും. നിങ്ങളെ തന്നെ നോക്കിക്കാണുന്ന രീതി മാറും. അങ്ങനെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ബിഹേവിയറും മാറാൻ തുടങ്ങും. യു സ്റ്റോപ്പ് ഫോഴ്സിങ് യുവർ സെൽഫ്, യു ജസ്റ്റ് ഡൂ ഇറ്റ്. ബിക്കോസ് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറ്. സിമ്പിൾ. പിന്നെ മറ്റൊരു കാര്യം എൻവയോൺമെൻറ്റ് ആണ്. ആൻഡ് ഇത് മിക്ക ആൾക്കാരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ചുറ്റുപാട് ശരിയല്ല എന്നുണ്ടെങ്കിൽ അതെപ്പോഴും നമുക്കൊരു വില്ലനായിരിക്കും, അല്ലെങ്കിൽ ഒരു വലിയ ഒബ്സ്റ്റാക്കിൾ ആയിരിക്കും. ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനിരിക്കുമ്പോൾ തൊട്ടടുത്ത് ഫോൺ വെച്ചാൽ ഡിസ്ട്രാക്റ്റഡ് ആവും, ഷുവറാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ശരിയായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈസി ആക്കണം ആൻഡ് മോശം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൂടുതൽ ഹാർഡാക്കണം. വർക്ക് ചെയ്യുമ്പോൾ പറ്റുമെങ്കിൽ ഫോൺ വേറെ റൂമിൽ കൊണ്ടുവയ്ക്കാം. ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത ടാബ്സൊക്കെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലോസ് ചെയ്യാം. അതേപോലെ ചുറ്റും ആൾക്കാരുണ്ടെങ്കിൽ അവരോട് പറയാം, ഞാൻ കുറച്ച് നേരം വർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്, കുറച്ച് നേരത്തേക്ക് എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യരുത്. യു ആർ നോട്ട് ബീയിങ് ആൻറ്റി സോഷ്യൽ, യു ആർ ജസ്റ്റ് ബീയിങ് സീരിയസ് അബൌട്ട് യുവർ ലൈഫ്. ദാറ്റ്സ് ഇറ്റ്. വാട്ട് ടു ആക്ച്വലി ഡു സ്റ്റാർട്ടിങ് ടുഡേ. ഓക്കെ, ഇപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനഫ് അണ്ടർസ്റ്റാൻഡിങ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ആക്ഷൻ. റിയൽ സിമ്പിൾ ഡൂവബിൾ ആക്ഷൻ. ഫസ്റ്റത്തെ കാര്യം, പിക്ക് വൺ തിങ് ആൻഡ് ഓൺലി വൺ തിങ്. ഈ അംബീഷ്യസ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ഡേഞ്ചറസ് ട്രാപ്പാണ്. അവർക്ക് കുറേ ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. യൂട്യൂബ് ചാനൽ തുടങ്ങണം, കോഡിങ് പഠിക്കണം, ബിസിനസ് തുടങ്ങണം, ഫിറ്റ് ആവണം, കൂടുതൽ വായിക്കണം, ഇൻവെസ്റ്റിംഗ് പഠിക്കണം, എല്ലാം ഒരേ സമയത്ത് ചെയ്യണം. ആൻഡ് ഇങ്ങനെ എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഒരു കാര്യം സെലക്ട് ചെയ്യാം, ഒരേ ഒരു കാര്യം. അടുത്തൊരു 12 മാസം നിങ്ങളിത് ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് തന്നെ കംപ്ലീറ്റ്ലി മാറും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു കാര്യം. ആൻഡ് അത് ചെയ്യാനായിട്ട് ഒരു 90 ദിവസത്തേക്ക് കമ്മിറ്റ് ആവാം. 90 days. ഇതിൻ്റെ ഇടയിൽ പിന്നെ ആ തീരുമാനത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനോ ഡൗട്ട് അടിച്ചിരിക്കാനോ ഒന്നും നിൽക്കണ്ട. ജസ്റ്റ് ഡു ഇറ്റ് ഫോർ 90 days. സെക്കൻഡ്, ഷ്രിങ്ക് ദ സ്റ്റാർട്ട് ഡൗൺ ടു ഓൾമോസ്റ്റ് നത്തിങ്. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് മാക്സിമം ചെറുതാക്കുക. ആ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് ഇരിക്കരുത്. ഇറ്റ്സ് ടു വേക്ക് ആൻഡ് നിങ്ങളുടെ ബ്രെയിൻ അതിനെ റെസിസ്റ്റ് ചെയ്യും. പകരം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചെറിയ കാര്യം ചെയ്യാനായിട്ട് തീരുമാനിക്കുക. ഒറ്റൊരു പാരഗ്രാഫ് എഴുതുക, അല്ലെങ്കിൽ ഒരു ചെറിയ ട്യൂട്ടോറിയൽ കാണുക, ഒരു മെസ്സേജ് അയക്കുക, ഒരു പോസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് നോ പറയാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് ചെറുതായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ടാസ്ക്. ബിക്കോസ് വൺസ് നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ മൊമെൻറ്റം ബിൽഡാവും. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾ ചിലപ്പോൾ അത് ചെയ്യും. ബട്ട് എൻട്രി പോയിന്റ് ചെറുതായിരിക്കണം. ദാറ്റ്സ് ദ ട്രിക്ക്. ആൻഡ് തേർഡ്, ഗിവ് ഇറ്റ് 2 honest hours a day. എല്ലാ ദിവസവും ഒരു 2 മണിക്കൂർ അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക. 8-10 മണിക്കൂർ ഒന്നും വേണ്ട, ജസ്റ്റ് 2 hours. ഫോണൊക്കെ വേറെ റൂമിൽ വയ്ക്കുക, ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവരുത്. ജസ്റ്റ് യു ആൻഡ് ദ വർക്ക്. ഒരു വർഷത്തേക്ക് 2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് അറൌണ്ട് 730 hours. അത്രയും സമയം മതി ഒരു കാര്യത്തിൽ സ്കിൽഡ് ആവാനായിട്ട്. ദാറ്റ്സ് ഇനഫ് ടു ബിൽഡ് സംതിങ് റിയൽ, സംതിങ് ബിഗ്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മുന്നിൽ എത്താനായിട്ട് സാധിക്കും. ആൻഡ് ഫോർത്ത്, മെഷർ ഷോയിങ് അപ്പ്, നോ റിസൾട്ട്സ്. ഇവിടെയാണ് പലരും ക്വിറ്റ് ചെയ്യുക. ഒരു 2 ആഴ്ച വർക്ക് ചെയ്യും, ഒരു റിസൾട്ടും കാണാനുണ്ടാവില്ല. അപ്പോൾ അവർ വിചാരിക്കും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. ആൻഡ് ദെൻ ദേ ക്വിറ്റ്.
സി റിയൽ റിസൾട്ട്സ് 2 ആഴ്ച കൊണ്ടൊന്നും കിട്ടി എന്ന് വരില്ല. ചിലപ്പോൾ 1 മാസമാവും, ചിലപ്പോൾ 3 മാസമാവും, ചിലപ്പോൾ 6 മാസമാവും, ആൻഡ് മേ ബി 1 ഇയർ ആവാം. ബട്ട് അതിനെന്ത് വേണം? കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട് വേണം. സോ ഡെയിലി പോയിട്ട് നിങ്ങളുടെ റിസൾട്ട് നോക്കാതെ പകരം എല്ലാ ദിവസവും ഒരു കാര്യം സ്വയം ചോദിക്കാം, ഞാൻ ഇന്ന് അതിനു വേണ്ടി വർക്ക് ചെയ്തോ? യെസ് ഓർ നോ? ദാറ്റ്സ് ഇറ്റ്. യെസ് ആണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് ഡേ. റിസൾട്ട്സ് വരിക തന്നെ ചെയ്യും. ദേ ഓൾവേസ് ഫോളോ കൺസിസ്റ്റൻറ്റ് ഇൻപുട്ട്. സി, നിങ്ങളൊരു യങ് ആയിട്ടുള്ള ആളാവാം, ലൈക്ക് മീ. യു ഹാവ് ഹങ്കർ, യു ഹാവ് ടൈം. നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസും ഓപ്പർച്യൂണിറ്റീസും നമുക്ക് ചുറ്റും തന്നെയുണ്ട്, ഒരുപാടുണ്ട്. ഇനി ഒരേ ഒരു കാര്യം മാത്രം മതി, ആക്ഷൻ. ശരിക്കും അങ്ങോട്ട് ചെയ്യുക, ആക്ഷൻ എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നത്, എന്താണ് നിങ്ങളെ പുറകോട്ട് വലിക്കുന്നത്, ആൻഡ് എന്താണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. ഇത്രയൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ചെയ്യേണ്ടത് ആരാണ്? നിങ്ങളാണ്. ആക്ഷൻ ഫ്രം യുവർ സൈഡ്. സോ കമൻറ്റ് ചെയ്യാം, എന്ത് ഡ്രീമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആക്ഷൻ എടുക്കാനായിട്ട് പോകുന്നത്? കമൻറ്റ്, ഐ എം വെയിറ്റിംഗ്. ഓക്കെ, സോ ദാറ്റ്സ് ഓഫ് ടുഡേ. വീഡിയോ എല്ലാവർക്കും യൂസ് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.